എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഇന്നത്തെ ഈ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യാണ്. നമ്മൾ വരാൻ പോകുന്ന 10th ലെവൽ പ്രിലിം എക്സാമിന് ഗുണപ്രദമാകുന്ന രീതിയിൽ പ്രീവിയസ് ആയിട്ട് പരീക്ഷകളൊക്കെ ചോദിച്ചിരിക്കുന്ന പ്രിലിം പരീക്ഷയിൽ ചോദിച്ചിരിക്കുന്ന ചോദ്യപേപ്പറിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ക്ലാസ്സുകളാണ് നിങ്ങൾ മുന്നിൽ പരിചയപ്പെടുത്തുന്നത്. ഇതിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് 2022 കേരള PSC നടത്തിയ പ്രിലിം എക്സാമിൽ നിന്ന് ചോദിച്ചിരിക്കുന്ന കുറച്ച് ചോദ്യങ്ങളാണ്. ആ ചോദ്യത്തോടൊപ്പം തന്നെ ISRO മിഷൻസിനെ കുറിച്ചും എഴുത്തച്ഛൻ പുരസ്കാരത്തിനെ കുറിച്ചുമൊക്കെ ഈ ഒരു വീഡിയോ ക്ലാസ്സിൽ നമ്മളൊന്ന് പരിചയപ്പെടുകയാണ്. കാരണം ഈ ഒരു രണ്ട് ടോപ്പിക്കും ഈ ഒരു പ്രിലിം എക്സാമിൻ്റെ ചോദ്യപേപ്പറുകൾ നമ്മൾ നോക്കുന്ന സമയത്ത് ആവർത്തിച്ച് ചോദിക്കാറുണ്ട്. അപ്പോൾ ആ ചോദ്യങ്ങളും ഒക്കെ നമുക്കിവിടെ ഒന്ന് പഠിച്ചു പോവാം. ഇന്നിവിടെ നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ഒന്നാമത്തെ ചോദ്യം, ഒളിമ്പിക്സിൽ അത്ലറ്റിക് വിഭാഗത്തിൽ ആദ്യമായി സ്വർണ്ണ നേടിയ ഇന്ത്യൻ കായിക താരം ആരെന്നാണ്. ഇവിടെ നമ്മൾ ഉത്തരമായിട്ട് വരുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം, ഓപ്ഷൻ സി ആണ്, നീരജ് ചോപ്രയാണ് ഉത്തരമായിട്ട് വരുന്നത്. ജമ്മു കാശ്മീർ പുനഃസംഘടനാ നിയമം നിലവിൽ വന്നത് എന്നാണ് അടുത്ത ചോദ്യം. ഇത് റിപ്പീറ്റ് ആയിട്ട് പരീക്ഷകളിൽ വരുന്ന ഒരു ചോദ്യം തന്നെയാണ്. 2019 ഒക്ടോബർ 31 എന്നാണ് ഉത്തരമായിട്ട് വരുന്നത്. 2021 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയ വ്യക്തി ആരെന്നാണ് അടുത്ത ചോദ്യം. ഇവിടെ നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത് 2021 പി വത്സല എന്നതാണ് ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരിക. 2021 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് ആരെന്ന ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരേണ്ടത് ഓപ്ഷൻ ഡി ആണ്, പി വത്സലയാണ്. എന്നാൽ നമ്മുടെ പരീക്ഷയ്ക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ഫാക്റ്റുകളാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ആദ്യമായിട്ട് എഴുത്തച്ഛൻ പുരസ്കാരം നൽകുന്നത് 1993 അത് ലഭിച്ചത് സൂര്യനാട് കുഞ്ഞൻപിള്ളയ്ക്കാണ്. 1994 രണ്ടാമത് ലഭിച്ചത് തകഴി ശിവശങ്കരപിള്ളയ്ക്കും മൂന്നാമത് ലഭിച്ചത് 1995 ബാലാമണി അമ്മയ്ക്കുമാണ്. അപ്പോൾ ആദ്യമായിട്ട് ഒരു വനിതയ്ക്ക് എഴുത്തച്ഛൻ പുരസ്കാരം ലഭിക്കുന്ന ആർക്കാന്ന് വെച്ചാൽ ബാലാമണി അമ്മയ്ക്കാണ്. അപ്പോൾ ആദ്യം സൂര്യനാട് കുഞ്ഞൻപിള്ള, 2 തകഴി ശിവശങ്കരപിള്ള, മൂന്നാമതായിട്ട് വരുന്നത് ബാലാമണി അമ്മ. വർഷം 1933, സൂര്യനാട് കുഞ്ഞൻപിള്ള 1994, തകഴി ശിവശങ്കരപിള്ള 1995, ബാലാമണി അമ്മ. ഇനി 2023 SK വസന്തനാണ് ഈ ഒരു പുരസ്കാരം ലഭിച്ചത്. ഏറ്റവും അവസാനമായിട്ട് 2024 NS മാധവനാണ് പുരസ്കാരം ലഭിച്ചത്. ഇതിന്റെ ക്യാഷ് പ്രൈസ് എന്ന് പറയുന്നത് 5 ലക്ഷം രൂപയാണ്. എത്രയാണ് എഴുത്തച്ഛൻ പുരസ്കാരത്തിന് ക്യാഷ് പ്രൈസ് എന്നൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. ഉത്തരമായിട്ട് വരുന്നത് 5 ലക്ഷം രൂപയാണ്. അപ്പോൾ നമ്മൾ പരിചയപ്പെട്ടത് എഴുത്തച്ഛൻ പുരസ്കാരം 2023 ലഭിച്ച ആർക്കെന്ന് ചോദിക്കും, SK വസന്തൻ എന്ന് ഓർത്തിരിക്കുക. 2024 ആർക്കെന്ന് ചോദിക്കും, NS മാധവൻ എന്ന പേരും ഓർത്തിരിക്കുക. അടുത്ത നമ്മൾ പറയുന്നത് കേരളത്തിൽ 2021 നിലവിൽ വന്ന നിയമസഭ സംസ്ഥാനത്തെ എത്രാമത് നിയമസഭയാണെന്നാണ് നാലാമത്തെ ചോദ്യമായിട്ട് ഈ ഒരു എക്സാമിന് ചോദിച്ചത്. 15ാമത് നിയമസഭയാണെന്ന കാര്യം ഓർത്തിരിക്കുക. എത്രാമത് നിയമസഭയാണ്? 15ാമത് നിയമസഭയാണ്. 2022 ഫെബ്രുവരിയിൽ ഇന്ത്യ വിജയകരമായി വിക്ഷേപിച്ച കൃത്രിമ ഉപഗ്രഹം ഏതെന്നാണ് നമ്മുടെ ചോദ്യം. EOS 04 എന്നതാണ് ഉത്തരമായിട്ട് വരിക. അപ്പോൾ ഈ ഒരു ചോദ്യം ആ ഒരു സമയത്ത് കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെടുത്തിയിട്ട് അന്നത്തെ ISRO മിഷൻസുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങളാണ്. പലപ്പോഴും പ്രിലിം എക്സാമിന് ISRO മിഷൻസുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പരീക്ഷ നടക്കുന്ന 2024 ആയതുകൊണ്ട് തന്നെ നമ്മുടെ 2024 പ്രധാനപ്പെട്ട ISRO മിഷൻസ് നമ്മൾ അറിഞ്ഞിരിക്കണം. അതെന്തൊക്കെയാണ് നമുക്കൊന്ന് പരിശോധിക്കാം. ഇവിടെ ആദ്യം നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് SSLV D3 EOS 8 എന്ന് പറയുന്ന മിഷനാണ്. ആ ഒരു മിഷനുമായി ബന്ധപ്പെട്ട പത്രവാർത്തയാണ് നിങ്ങളുടെ മുന്നിൽ ഇപ്പോൾ കാണിച്ചിരിക്കുന്നത്. ഈ ഒരു മിഷൻ എന്നാണ് വിക്ഷേപിച്ചത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 2024 ഓഗസ്റ്റ് 16 എന്ന കാര്യം ഓർക്കുക. അപ്പോൾ 2024 ഓഗസ്റ്റ് 16 അതായത് സ്വാതന്ത്ര്യ ദിനത്തിന് ശേഷമാണ് ഈ ഒരു മിഷൻ വിക്ഷേപിക്കുന്നത്. അപ്പോൾ SSLV D3 EOS 8 എന്ന് പറയുന്ന മിഷൻ വിക്ഷേപിച്ചത് എന്നാണെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് 2024 ഓഗസ്റ്റ് മാസം 16 തീയതിയാണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി എന്താണ് ഈ ഒരു മിഷൻ എന്ന് പറയുന്നത്? ISRO വിക്ഷേപണ വാഹനമായ SSLV D3 വിജയകരമായി വിക്ഷേപിച്ചു. ശ്രീഹരിക്കോട്ടയിലെ 1ാം നമ്പർ ലോഞ്ച് പാഡിൽ നിന്നാണ് SSLV D3 വിക്ഷേപിച്ചത്. അപ്പോൾ എവിടെ നിന്നാണ് വിക്ഷേപിച്ചത്? ശ്രീഹരിക്കോട്ടയിൽ നിന്നാണ്. ഭൗമനിരീക്ഷണ കൃത്രിമ ഉപഗ്രഹമായ EOS 8 SSLV ബഹിരാകാശത്ത് എത്തിച്ചു. അപ്പോൾ എന്താണ് EOS 8 എന്ന് പറയുന്നത്? ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. എന്താണ്? ഒരു ഭൗമ നിരീക്ഷണ കൃത്രിമ ഉപഗ്രഹമാണെന്ന കാര്യം ഓർത്തിരിക്കുക. EOS 8 എന്ന് പറയുന്നത് എന്താണ്? ഭൗമ നിരീക്ഷണ കൃത്രിമ ഉപഗ്രഹമാണെന്ന കാര്യം ഓർത്തിരിക്കുക. വിക്ഷേപണത്തിന്റെ 3 ഘട്ടവും വിജയകരമാണെന്ന് ISRO അറിയിച്ചു. ഇതോടെ EOS 8 ഉപഗ്രഹത്തെ ഭ്രമണപഥത്തിൽ സ്ഥാപിക്കാൻ ISROയ്ക്കായി. ഇൻഫ്രാറെഡ് ചിത്രങ്ങൾ എടുക്കാൻ കഴിവുള്ള ചെറിയ ഉപഗ്രഹമായ EOS 8 ISRO ഏറ്റവും കുഞ്ഞൻ വിക്ഷേപണ വാഹനമായ SSLV D3 വിക്ഷേപിച്ചതെന്ന കാര്യം ഓർക്കുക. സ്മോൾ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ എന്നതാണ് SSLVയുടെ പൂർണ്ണരൂപം. അപ്പോൾ ഏറ്റവും കുഞ്ഞൻ വിക്ഷേപണ വാഹനമാണ് ഏത്? ISROയുടെ SSLV D3 എന്ന് പറയുന്നത്. ഏകദേശം 13 മിനിറ്റ് സമയം കൊണ്ട് വിക്ഷേപണം പൂർത്തിയായി. കാലാവസ്ഥ നിരീക്ഷണത്തിനും ദുരന്ത നിവാരണത്തിനും EOS 8
വിവരങ്ങൾ നൽകാൻ കഴിയും. അപ്പോൾ EOS-8 എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ഭൗമ നിരീക്ഷണ ഉപഗ്രഹമാണ്. അതോടൊപ്പം തന്നെ ഇത് എന്തിനു ഉപയോഗിക്കുന്നു? കാലാവസ്ഥ നിരീക്ഷണത്തിന് ഉപയോഗിക്കും. അതോടൊപ്പം തന്നെ ദുരന്ത നിവാരണത്തിനും ഇത് ഉപയോഗിക്കുമെന്ന കാര്യം ഓർക്കാം. പകൽ രാത്രി വ്യത്യാസമില്ലാതെ EOS-8 പകർത്തുന്ന ഇൻഫ്രാറെഡ് ചിത്രങ്ങൾ ഭൗമ നിരീക്ഷണത്തിന് ഏറെ സഹായകമാകും. ഇത് എന്ന് കണക്കാക്കപ്പെടുന്നു. ഒരു വർഷത്തെ ദൗത്യ കാലാവധിയാണ് ഈ ഉപഗ്രഹത്തിന് നിശ്ചയിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഉപഗ്രഹവുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കുന്ന വാർത്താ കുറിപ്പിലുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് അതിന്റെ ഡേറ്റ് ഓർത്തിരിക്കുക, 2024 ഓഗസ്റ്റ് 16. അതായത് 2024 ഓഗസ്റ്റ് 16 ഈ ഒരു വിക്ഷേപണം നടത്തിയിരിക്കുന്നത് എന്ന കാര്യം ഓർത്തിരിക്കുക. EOS-8 എന്ന് പറയുന്ന മിഷനാണ്. SSLV-D3 എന്ന് പറയുന്ന ആ ഒരു ലോഞ്ച് വെഹിക്കിൾ ഉപയോഗിച്ചാണ്. ഇതൊരു ഭൗമ നിരീക്ഷണ ഉപഗ്രഹമാണ്. അതോടൊപ്പം തന്നെ കാലാവസ്ഥ നിരീക്ഷണത്തിനും ദുരന്ത നിവാരണത്തിനും ഈ ഒരു മിഷൻ സഹായിക്കും എന്ന കാര്യം കൂടി ഓർക്കുക. ഒരു വർഷത്തെ ദൗത്യ കാലാവധിയാണ്. ഇത് വിക്ഷേപിച്ചത് എവിടെ നിന്നാണ്? ശ്രീഹരിക്കോട്ടയിൽ നിന്നാണെന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഓർത്തിരിക്കുക. അപ്പോൾ ഇതിന്റെ ആ ഒരു കാര്യങ്ങളൊക്കെ ഓർത്തിരിക്കാൻ വളരെ സിമ്പിളാണ്. അതായത് ഡേറ്റ് ഒക്കെ ഓർത്തിരിക്കാൻ വളരെ സിമ്പിളാണ്. കാരണം EOS-8 എന്നാണ് നമ്മൾ ആദ്യം ഓർത്തിരിക്കേണ്ടത്. EOS-8 എന്ന് ഓർത്തിരിക്കുക. ആ 8 എന്ന് പറയുന്നതാണ് 8ാം മാസം, ഓഗസ്റ്റ് മാസം. 8ന്റെ ഡബിൾ ആണ് 16. ആ ഒരു രീതിയിൽ ഓർത്ത് വെച്ചാൽ മതി. പിന്നെ SSLV-D3 ഏറ്റവും ചെറിയ ലോഞ്ച് വെഹിക്കിളാണ് ISROയുടേത്. അതാണ് SSLV-D3 എന്ന് പറയുന്നത്. അത് ഓർത്തിരിക്കാം. ഇനി നമ്മൾ അടുത്തായിട്ട് പരിചയപ്പെടാൻ പോകുന്നത് അടുത്ത മിഷൻ എന്ന് പറയുന്നത് 2024 ജൂലൈ 22 എയർ ബ്രീത്തിങ് പ്രൊപ്പൽഷൻ സിസ്റ്റം ATV-D03 എന്ന് പറയുന്ന ഒരു മിഷനാണ് ISRO ഇവിടെ വിക്ഷേപിച്ചിരിക്കുന്നത്. ശ്രീഹരിക്കോട്ടയിൽ നിന്നാണ് ഇത് വിക്ഷേപിക്കുന്നത്. അന്തരീക്ഷ ഓക്സിജൻ വലിച്ചെടുത്ത് ഇന്ധനം കത്തിച്ച് റോക്കറ്റുകൾക്ക് കുതിക്കാൻ കഴിയുന്ന എയർ ബ്രീത്തിങ് പ്രൊപ്പൽഷൻ സംവിധാനത്തിന്റെ രണ്ടാം പരീക്ഷണം എന്താണ്? വിജയിച്ചു. ISRO വിജയിച്ചിരിക്കുകയാണ് രണ്ടാം പരീക്ഷണം. ഇപ്പം എന്താണ് ഇതെന്ന് പറയുന്നത്? അന്തരീക്ഷ ഓക്സിജൻ വലിച്ചെടുത്തിട്ട് ഇന്ധനം കത്തിച്ച് റോക്കറ്റുകൾക്ക് എന്താണ് കുതിക്കാൻ കഴിയുന്ന എയർ ബ്രീത്തിങ് പ്രൊപ്പൽഷൻ സംവിധാനത്തിന്റെ രണ്ടാം പരീക്ഷണമാണ് ഇവിടെ വിജയിച്ചിരിക്കുന്നത്. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിലായിരുന്നു പരീക്ഷണം. RH-560 സൗണ്ടിംഗ് റോക്കറ്റിനൊപ്പമായിരുന്നു എയർ ബ്രീത്തിങ് പ്രൊപ്പൽഷൻ സിസ്റ്റം ഘടിപ്പിച്ചിരുന്നത്. ബഹിരാകാശ ഗവേഷണ രംഗത്ത് ഇന്ത്യയുടെ നിർണായക ചുവടുവെപ്പാണ് എയർ ബ്രീത്തിങ് പ്രൊപ്പൽഷൻ സിസ്റ്റം ഉപയോഗിച്ച് പരീക്ഷണം നടത്തുന്ന 4ാമത്തെ മാത്രം രാജ്യം എന്ന നേട്ടത്തിലെത്തി ഇന്ത്യ. അപ്പോൾ 4 രാജ്യങ്ങളെ ഈ ഒരു നേട്ടം എത്തിയിട്ടുള്ളൂ. അതിൽ 4ാമത്തെ രാജ്യമാണ് നമ്മുടെ ഇന്ത്യ എന്ന കാര്യം ഓർക്കുക. ഇനി ഇതുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ടത് എന്താണ് എയർ ബ്രീത്തിങ് പ്രൊപ്പൽഷൻ സിസ്റ്റം എന്ന് വാർത്താക്കുറിപ്പിൽ പറയുന്നുണ്ട്. സാധാരണയായി റോക്കറ്റുകൾ പറത്താനുള്ള ഇന്ധനം കത്തിക്കാൻ ഓക്സിഡൈസറിനെയാണ് ആശ്രയിക്കുന്നത്. എന്നാൽ എയർ ബ്രീത്തിങ് പ്രൊപ്പൽഷൻ സിസ്റ്റത്തിൽ വലിച്ചെടുക്കുന്ന അന്തരീക്ഷ ഓക്സിജനാണ് ഇന്ധനം കത്താനുള്ള ഊർജ്ജമായി മാറുക. ഇത് റോക്കറ്റുകളുടെ ഭാരം കുറയാനും കൂടുതൽ വലിയ ഉപഗ്രഹങ്ങളെ വഹിക്കാനും പ്രാപ്തമാക്കും. ഓക്സിഡൈസറിന്റെ ഭാരം കുറയുന്നതോടെയാണ് റോക്കറ്റിന്റെ ഭാരം കുറയുക. സാധാരണയായി റോക്കറ്റുകളുടെ ഭാരത്തിൽ ഭൂരിഭാഗവും ഇന്ധനവും അത് ജ്വലിക്കാൻ ആവശ്യമായ ഓക്സിഡൈസറുമാണ്. എയർ ബ്രീത്തിങ് പ്രൊപ്പൽഷൻ സിസ്റ്റം വഴി വിക്ഷേപണ ചെലവ് കുറയ്ക്കാനാകും എന്ന പ്രത്യേകതയുമുണ്ട്. ഭൂമിയിൽ നിന്ന് 70 കിലോമീറ്റർ വരെ ഉയരത്തിലാണ് ഈ സാങ്കേതികവിദ്യ പ്രയോഗിച്ച് റോക്കറ്റുകൾ പ്രവർത്തിപ്പിക്കാനാവുക. 2016 ഈ സാങ്കേതികവിദ്യയുടെ ആദ്യ പരീക്ഷണം നടന്നത് എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് എയർ ബ്രീത്തിങ് പ്രൊപ്പൽഷൻ സിസ്റ്റം ATV-D03 അത് എന്നാണ് വിക്ഷേപിച്ചത്? 2024 ജൂലൈ 22 വിക്ഷേപിച്ചത്. അതോടൊപ്പം തന്നെ ഓർത്തിരിക്കേണ്ട മറ്റൊന്ന് ഇത് എന്താണെന്ന് ഓർത്തിരിക്കുക. അന്തരീക്ഷ ഓക്സിജൻ വലിച്ചെടുത്ത് ഇന്ധനം കത്തിച്ച് റോക്കറ്റുകൾക്ക് കുതിക്കാൻ കഴിയുന്ന എയർ ബ്രീത്തിങ് പ്രൊപ്പൽഷൻ സംവിധാനം അത് ഓർത്തിരിക്കുക. ശ്രീഹരിക്കോട്ടയിൽ നിന്നാണ് ഈ ഒരു പരീക്ഷണം വിജയകരമായിട്ട് വിജയിക്കുന്നത് എന്ന കാര്യം ഓർക്കുക. ഈ ഒരു പരീക്ഷണം വിജയിക്കുന്ന 4ാമത്തെ മാത്രം രാജ്യമാണ് ഇന്ത്യ എന്ന ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്തിരിക്കുക. എയർ ബ്രീത്തിങ് പ്രൊപ്പൽഷൻ സിസ്റ്റം ATV-D03 എന്ന് വിക്ഷേപിച്ചു 2024 ജൂലൈ 22 എന്ന കാര്യം ഓർത്തിരിക്കുക. ജൂലൈ 22 എന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ ഇവിടെ നമുക്ക് ആ ഒരു ഡേറ്റ് ഓർത്തിരിക്കാം. 2024 എയർ ബ്രീത്തിങ് പ്രൊപ്പൽഷൻ സിസ്റ്റം അല്ലെങ്കിൽ ATV-D03 എന്ന് പറയുന്നത് വിക്ഷേപിക്കുന്നത്. അപ്പോൾ 2024 ഈ പറയുന്ന നമ്മൾ പറഞ്ഞു എന്താണ് അതിന്റെ ഭാരമൊക്കെ കുറയ്ക്കും. അപ്പോൾ അത്രത്തോളം ജോലി നമുക്ക് കുറയും അല്ലേ? ഭാരമൊക്കെ കുറഞ്ഞു കഴിഞ്ഞാൽ അത്രത്തോളം ജോലി നമുക്ക് കുറയും. ജോലി കുറയാന്ന് പറഞ്ഞാൽ ജൂലൈ, ജോലി കുറയാന്ന് പറഞ്ഞാൽ ജൂലൈ, അങ്ങനെ ഓർത്തിരിക്കുക. പിന്നെ 22 എന്ന് പറയുന്ന ഡേറ്റ് ഓർത്തിരിക്കണം. അപ്പോൾ 2024 ആ രണ്ടും ഇങ്ങോട്ട് എടുത്താൽ മതി. അപ്പോൾ നമുക്ക് അവിടെ 22 എന്ന് പറയുന്ന ഡേറ്റും കിട്ടും. അപ്പോൾ എന്താണ് ഞാൻ പറഞ്ഞത്? എയർ ബ്രീത്തിങ് പ്രൊപ്പൽഷൻ സിസ്റ്റം എന്താണെന്ന് നമ്മൾ പറഞ്ഞു. അതിന്റെ അർത്ഥം എന്താണ്? ആ ഒരു സിസ്റ്റം ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മൾ അത്രത്തോളം ഭാരം കുറയ്ക്കാൻ പറ്റും, അത്രത്തോളം ജോലി കുറയ്ക്കാൻ പറ്റും. ആ ഒരു രീതിയിൽ ഓർത്ത് വെച്ചാൽ മതി. അത്രത്തോളം ഭാരം കുറഞ്ഞാൽ അത്രത്തോളം ജോലിയും കുറയും. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്താണ് ജോലി എന്നതിൽ ജൂലൈ അതിൽ നിന്ന് എടുക്കാം. ഇനി 2022 ആ രണ്ടും കൊണ്ടുപിടിച്ചാൽ 22 എന്ന് പറയുന്ന ഡേറ്റും കിട്ടും. പിന്നെ ATV-D03 എന്ന് പറയുന്ന പേരും കൂടെ ഓർത്തിരിക്കണം. ഇനി നമ്മൾ അടുത്തിലേക്ക് വരാം. അടുത്തായിട്ട് നമ്മളിവിടെ പരിചയപ്പെടാൻ പോകുന്നത് 2024 ജൂൺ 23 റീയൂസബിൾ ലോഞ്ച് വെഹിക്കിൾ ഓട്ടോണോമസ് ലാൻഡിംഗ് മിഷൻ ISRO നടത്തുന്നുണ്ട്. അതിന്റെ 3ാമത്തെ സീരീസ് ആണ് ഇവിടെ നടത്തുന്നത്. ഇതിനു മുമ്പ് അതായത് 2024 മാർച്ച് 22 2ാമത്തെ സീരീസ് നടക്കുന്നുണ്ട്. 2023 ഇത് ആദ്യമായിട്ട് നടത്തുന്നത് ഏപ്രിൽ 2 അപ്പോൾ ഇവിടെ നമ്മൾ പറയുന്നത് RLV Lex 3 എന്ന ആ ഒരു ഇതിനെ കുറിച്ചാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. 2023 ജൂൺ 24 റീയൂസബിൾ ലോഞ്ച് വെഹിക്കിൾ ഓട്ടോണോമസ് ലാൻഡിംഗ് മിഷൻ. അതുപോലെ തന്നെ 2022 മാർച്ച് 24 അതിന്റെ 2ാമത്തെ പതിപ്പ് നടത്തുന്നുണ്ട്. 1ാമത്തെ പതിപ്പ് വരുന്നത് 2023 ഏപ്രിൽ 2
റീയൂസബിൾ ലോഞ്ച് വെഹിക്കിൾ ഓട്ടോണോമസ് ലാൻഡിംഗ് മിഷനാണ്. ഇത് എവിടെ നിന്നാണ് നടത്തുന്നതെന്നാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എയറോനോട്ടിക്കൽ ടെസ്റ്റ് റേഞ്ച് ചിത്രദുർഗ, കർണാടകയിലെ എയറോനോട്ടിക്കൽ ടെസ്റ്റ് റേഞ്ച് ചിത്രദുർഗയിൽ വെച്ചിട്ടാണ്. നമ്മൾ ഇതിനു മുമ്പൊക്കെ പറഞ്ഞത് ശ്രീഹരിക്കോട്ടയാണ്. പക്ഷേ ഈ ഒരു മിഷൻ നടക്കുന്നത് എവിടെയാണ്? ചിത്രദുർഗയിൽ വെച്ചിട്ടാണ്. എയറോനോട്ടിക്കൽ ടെസ്റ്റ് റേഞ്ച് ചിത്രദുർഗയിലുള്ള എയറോനോട്ടിക്കൽ ടെസ്റ്റ് റേഞ്ചിൽ വെച്ചിട്ടാണ് ഈ ഒരു മിഷൻ നടക്കുന്നതെന്ന കാര്യം ഓർത്തിരിക്കുക. അതായത് ISROയും DRDOയും ഇന്ത്യൻ വ്യോമസേനയും ചേർന്ന് പുനരുപയോഗിക്കാവുന്ന ലോഞ്ച് വെഹിക്കിൾ ഓട്ടോണോമസ് ലാൻഡിംഗ് മിഷൻ വിജയകരമായി വിക്ഷേപിച്ചു. പുനരുപയോഗിക്കാവുന്ന വിക്ഷേപണ വാഹനത്തിന്റെ സഹായത്തോടെ വീണ്ടും എന്താണ് റോക്കറ്റ് വിക്ഷേപിക്കാൻ കഴിയുമെന്നതാണ് പ്രത്യേകത. അതാണ് ഇതുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ടത്. അപ്പോൾ ഇത് പ്രധാനമായിട്ടും എന്താണ് 3 സീരീസ് ആയിട്ടാണ് ഇപ്പോൾ വിക്ഷേപിച്ചിരിക്കുന്നത്. ഒന്നാം ഘട്ടം 2023 ഏപ്രിൽ 2-നായിരുന്നു. അപ്പോൾ ആദ്യത്തെ പരീക്ഷണം അവിടെ വിജയിക്കുന്നു. അതിനുശേഷം 2024 മാർച്ച് 22-ന് അടുത്ത പരീക്ഷണം നടത്തി. അതിനുശേഷം ഇപ്പോൾ അവസാനമായിട്ട് 2024 ജൂൺ 23-നാണ് നടത്തിയിരിക്കുന്ന കാര്യം ഓർക്കാം. അപ്പോൾ ആദ്യം നടത്തിയപ്പോഴാണ് 2023 ഏപ്രിൽ 2-ാം തീയതി, ഏപ്രിൽ 2. പിന്നെ അടുത്തത് എന്താണ് 2024 മാർച്ച് 22. അടുത്തത് എന്താണ് 2024 ജൂൺ 23. അപ്പോൾ അവിടെ എന്താണ് പുനരുപയോഗിക്കാവുന്ന വിക്ഷേപണ വാഹനത്തിന്റെ സഹായത്തോടെ വീണ്ടും റോക്കറ്റ് വിക്ഷേപിക്കാൻ കഴിയും എന്ന ആ ഒരു രീതിയാണ് RLV ലക്സ് 3 ബന്ധപ്പെട്ട് ഓർത്തിരിക്കേണ്ടത്. അപ്പോൾ ISROയും DRDOയും ഇന്ത്യൻ വ്യോമസേനയും ചേർന്ന് പുനരുപയോഗിക്കാവുന്ന ലോഞ്ച് വെഹിക്കിൾ ഓട്ടോണോമസ് ലാൻഡ് മിഷൻ വിജയകരമായി വിക്ഷേപിച്ചു. അവിടെ ഓർത്തിരിക്കേണ്ട എന്താണ്? പുനരുപയോഗിക്കാവുന്ന വിക്ഷേപണ വാഹനത്തിന്റെ സഹായത്തോടെ. ആ ഒരു പോയിന്റാണ് അവിടെ നമ്മൾ പ്രധാനമായിട്ടും ഓർത്തിരിക്കേണ്ട. ആ ഒരു വാഹനത്തിന്റെ സഹായത്തോടെ നമ്മൾ എന്താണ് റോക്കറ്റ് വിക്ഷേപിക്കുന്നു. അപ്പോൾ നമുക്ക് എന്താണ് വീണ്ടും അത് ഉപയോഗിച്ചുകൊണ്ട് വീണ്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? റോക്കറ്റ് വിക്ഷേപിക്കാൻ പറ്റും. അതുവഴി എന്താണ് ചെലവുകൾ നമുക്ക് കുറയ്ക്കാനായിട്ടും സാധിക്കും. ഇനി ഇവിടെ അടുത്തായിട്ട് നമ്മൾ പറയുന്നത് കാലാവസ്ഥ നിരീക്ഷണത്തിലുള്ള ഇൻസാറ്റ് ഉപഗ്രഹണ ശ്രേണിയിലേക്ക് ഇൻസാറ്റ് 3DS. ഇതാണ് നമ്മുടെ LD പരീക്ഷയിൽ ചോദിച്ചത്. വീണ്ടും നമ്മുടെ LGS പരീക്ഷയിലോ 10th പ്രിലിം എക്സാമിലോ ചോദ്യമായിട്ട് വരാം. 2024 ഫെബ്രുവരി 17-നാണ് GSLV F-14 എന്ന് പറയുന്ന വെഹിക്കിളിലൂടെ ഇൻസാറ്റ് 3DS മിഷൻ വിക്ഷേപിച്ചത്. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിന്റെ 2ാം വിക്ഷേപണ തറയിൽ നിന്ന് GSLV F-14 റോക്കറ്റാണ് 2274 കിലോ ഭാരമുള്ള ഉപഗ്രഹത്തെ 253.53 കിലോമീറ്റർ അകലെയുള്ള താൽക്കാലിക ഭ്രമണപഥത്തിലേക്ക് എത്തിക്കുന്ന കാര്യം ഓർക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ പരിചയപ്പെട്ടതാണ് GSLV F-14 അല്ലെങ്കിൽ ഇൻസാറ്റ് 3DS മിഷൻ എന്ന് പറയുന്ന കാലാവസ്ഥ നിരീക്ഷണത്തിലുള്ള മിഷനാണെന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ കാലാവസ്ഥ നിരീക്ഷണത്തിലുള്ള ഇൻസാറ്റ് ഉപകരണ ശ്രേണിയിലേക്ക് പുതിയൊരു ഇതും കൂടെ വരികയാണ്, ഇൻസാറ്റ് 3DS. ഇത് പ്രീവിയസ് ആയിട്ട് നമ്മുടെ LD പരീക്ഷയിൽ 2024 LD പരീക്ഷയിൽ ചോദിച്ചതാണ്. ഇനി വരാൻ പോകുന്ന ഏതൊരു ഷിഫ്റ്റിലും നമുക്ക് ചോദിക്കാം, അതായത് ഏതൊരു ഘട്ട പരീക്ഷകളിലും ഇത് ചോദിക്കാവുന്നതാണ്. അപ്പോൾ എന്താണ് ഇൻസാറ്റ് 3DS മിഷൻ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കാലാവസ്ഥ നിരീക്ഷണത്തിലുള്ള ഇൻസാറ്റ് 3DS മിഷൻ ഓർത്തിരിക്കണം. അതുപോലെ തന്നെ എന്നാണ് ഇത് വിക്ഷേപിച്ചതെന്ന് വെച്ചാൽ 2024 ഫെബ്രുവരി മാസം 17-ാം തീയതിയാണെന്ന കാര്യം ഓർക്കുക. 2024 ഫെബ്രുവരി മാസം 17-ാം തീയതിയാണെന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ 2024 ഫെബ്രുവരി 17, 2024 ഫെബ്രുവരി 17 ഇൻസാറ്റ് 3DS. അടുത്തായിട്ട് നമ്മൾ പരിചയപ്പെടുന്ന മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ISRO മിഷനാണ് 2024 ജനുവരി 1-ാം തീയതിയിലുള്ള PSLV-C-58 എക്സ്പോസാറ്റ് മിഷൻ എന്ന് പറയപ്പെടുന്നു. പുതുവത്സര ദിനത്തിൽ 60-ാമത്തെ ഉപഗ്രഹം വിജയകരമായി വിക്ഷേപിച്ച് ISRO. 60-ാമത്തെ ഉപഗ്രഹമാണ് എക്സ്പോസാറ്റ് ഉപഗ്രഹവുമായി PSLV-C-58. അപ്പോൾ അവിടെ ഓർത്തിരിക്കേണ്ടത് ISRO 2024 വിക്ഷേപിച്ച ആദ്യത്തെ വിക്ഷേപണം എന്ന് ചോദിക്കും. അപ്പോൾ നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത് എന്താണ്? PSLV-C-58 അല്ലെങ്കിൽ എക്സ്പോസാറ്റ് മിഷനാണെന്ന കാര്യം ഓർത്തിരിക്കുക. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിലെ 1-ാം വിക്ഷേപണ തറയിൽ നിന്ന് റോക്കറ്റ് കുതിച്ചുയർന്നു. ബഹിരാകാശ എക്സ്റേ സ്രോതസ്സുകൾ പഠിക്കുകയാണ് എക്സ്പോസാറ്റ് ഉപഗ്രഹത്തിന്റെ ലക്ഷ്യം. അപ്പോൾ എന്താണ് ലക്ഷ്യമെന്ന് നമ്മൾ പഠിച്ചു. ബഹിരാകാശ എക്സ്റേ സ്രോതസ്സുകൾ പഠിക്കുകയാണ് ഇതിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. ISROയും ബംഗളൂരുവിലെ രാമൻ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടും ചേർന്നാണ് രൂപകൽപ്പന. അതായത് രൂപകൽപ്പന ചെയ്ത ISROയും അതോടൊപ്പം തന്നെ ബംഗളൂരിലെ രാമൻ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടും ചേർന്നിട്ടാണ്. ബഹിരാകാശ 40ഓളം എക്സ്റേ സ്രോതസ്സുകളെ കുറിച്ച് വിവരം കൈമാറും. 5 വർഷമാണ് ഉപഗ്രഹത്തിന്റെ കാലാവധി. അമേരിക്കയ്ക്ക് ശേഷം ലോകത്തെ 2ാമത്തെ എക്സ്റേ പൊളാരിമീറ്റർ സാറ്റലൈറ്റ് വിക്ഷേപണമാണെന്ന കാര്യം ഓർക്കുക. 2ാമത്തെ വിക്ഷേപണമാണ്. നമ്മുടെ രാജ്യം 2ാമതാണ് എന്ന കാര്യം പ്രത്യേകം ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇപ്പോൾ നമ്മൾ പറഞ്ഞതാണ് PSLV-C-58 എക്സ്പോസാറ്റ് മിഷൻ 2024 ജനുവരി 1-ാം തീയതി 2024 ആദ്യ മിഷനാണ്. ഇതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ അവിടെ ഉത്തരമായിട്ട് വരേണ്ട ബഹിരാകാശ എക്സ്റേ സ്രോതസ്സുകൾ പഠിക്കുക എന്നതാണ് എക്സ്പോസാറ്റ് ഉപഗ്രഹത്തിന്റെ ലക്ഷ്യം. ISROയും അതോടൊപ്പം തന്നെ ബംഗളൂരുവിലെ രാമൻ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടും ചേർന്നാണ് ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ബഹിരാകാശ 40ഓളം എക്സ്റേ സ്രോതസ്സുകളെ കുറിച്ച് വിവരം കൈമാറും. 5 വർഷമാണ് ഉപഗ്രഹത്തിന്റെ കാലാവധി. അമേരിക്കയ്ക്ക് ശേഷം ലോകത്തെ 2ാമത്തെ എക്സ്റേ പൊളാരിമീറ്റർ സാറ്റലൈറ്റ് വിക്ഷേപണമാണെന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോ ക്ലാസ്സിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പരിചയപ്പെടുത്തിയത്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ക്ലാസ്സിൽ നമ്മൾ പ്രീവിയസ് ആയിട്ട് നമ്മുടെ 10th ലെവൽ പ്രിലിം എക്സാമിലൊക്കെ ചോദിച്ചിരിക്കുന്ന ചോദ്യങ്ങളെ ബേസ് ചെയ്തുകൊണ്ട് അതിന് അനുബന്ധമായിട്ടുള്ള കാര്യങ്ങളാണ് പഠിക്കുക. പലപ്പോഴും അത് നമുക്ക് ഗുണം ചെയ്യുന്നതായിരിക്കും. കാരണം നിങ്ങൾ ഈ പറയുന്ന 2021-ലെയും 2022-ലെയും 2023-ലെയും
പ്രിലിം എക്സാമിന് ചോദ്യപേപ്പറിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരേ രീതിയിൽ തന്നെയാണ് ചോദ്യങ്ങൾ വരിക. അതായത് അവർ ചോദിക്കുന്ന ആ ഒരു മേഖലയ്ക്ക് ഒരു സാമ്യമുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ പ്രീവിയസ് ആയിട്ടുള്ള ചോദ്യപേപ്പറുകളും അതിനോടൊപ്പം അനുബന്ധ വിവരങ്ങളും ഇതിനോടൊപ്പം പഠിക്കുന്നത് തീർച്ചയായിട്ടും മാർക്കുകൾ സ്കോർ ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നതായിരിക്കും. എന്തായാലും നമുക്ക് അടുത്ത ഒരു വീഡിയോ ക്ലാസ്സിൽ നമുക്ക് തുടർന്നുള്ള ചോദ്യങ്ങളും അതിനുമായി ബന്ധപ്പെട്ട അനുബന്ധ കാര്യങ്ങളുമായിട്ട് കണ്ടുമുട്ടാം. നിങ്ങൾക്ക് ഈ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇത്തരം കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ക്ലാസ് അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.